ഒരൊറ്റ രാത്രി നിൽക്കാൻ വന്ന പോലെ ആയിട്ടാ എന്റെ വരവ്. പിറ്റേന്ന് വൈകിട്ട് തന്നെ ഞാൻ അതേ നമ്മുടെ വീട്ടിലേക്ക് തിരിച്ചു പോകാൻ നോക്കുകയാണ്. അപ്പൊ പോകുമ്പോ അതേ ഞാൻ ഈ കുഞ്ഞു ബാഗ് കൊണ്ടാട്ട പോണത്. അമ്മയ്ക്ക് എന്റെ ബാഗ് ഭയങ്കര ഇഷ്ടമായി ഉണ്ടായിരുന്നു കേട്ടോ. അപ്പൊ എന്തായാലും ബാഗ് തന്ന ഇൻസ്റ്റാഗ്രാം പേജ് ഹീൽസ് ബൈ മേനക അമ്മയ്ക്ക് ഭയങ്കര ഇഷ്ടമായിട്ടുണ്ട് കേട്ടോ. അപ്പൊ ഈ കുഞ്ഞു ബാഗ് അവിടെ തന്നെയാണ്. എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു അമ്മ ബാഗ് കണ്ട വേണമെന്ന് പറയുന്നു. അപ്പൊ ഞാൻ അമ്മയ്ക്ക് കൊടുത്തു. അതുകൊണ്ട് തന്നെ ഞാൻ വരുമ്പോ ഈ ഒരു കുഞ്ഞു ബാഗ് ആ ബാഗിന്റെ ഉള്ളിൽ വെച്ചിട്ടാണ് കൊടുത്തിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ഇതേ ഞങ്ങൾ ഇറങ്ങുകയാണ്, നമ്മുടെ ബസ് കയറാൻ പോണ്ടേ. അപ്പൊ അവിടേക്ക് ഇറങ്ങുകയാണ്. അപ്പൊ ഇതേ അമ്മയും വരുന്നുണ്ട് കേട്ടോ. അമ്മയ്ക്ക് ഇതേ മൊത്തത്തിൽ അമ്മ ഭയങ്കര ഗ്ലൂമിയാണ്. കാരണം ഇനിയിപ്പോ ഇതേ വീണ്ടും പഴയ പോലെ അച്ഛനും അമ്മയും മാത്രമായല്ലോ വീട്ടിൽ. ഇത്ര നാൾ കുറച്ച് ദിവസം ആര്യ ഉണ്ടായിരുന്നല്ലോ. അങ്ങനെ ഞങ്ങൾ ബസ് കയറാൻ പോവാണ് കേട്ടാ. ഇനി എന്തായാലും വിഷുവിന് വരുമ്പോൾ ഒരാഴ്ച നിൽക്കണം എന്നുള്ളൊരു പ്ലാനിലൊക്കെ ആയിട്ടാ ഞാൻ പോണത്. ഞാൻ നമ്മോട് പറയേണ്ടത് വിഷുവിന് വന്ന് ഒരാഴ്ച നിൽക്കാന്നൊക്കെ പറഞ്ഞിട്ടാണ് പോണത്. അപ്പൊ ഞങ്ങൾ ബസ് കാത്ത് നിൽക്കട്ടെ. നമ്മുടെ സുജിമോൻ ബസ്, തേജപ്പന്റെ സുജിമോൻ ബസ് നോക്കിയിട്ടാണ് നിൽക്കുന്നത്. തേജുവിന് ആകെ കൂടി അറിയണ ബസ് ഇതേ സുജിമോനും MR മാത്രമാണ് കേട്ടോ. അപ്പൊ നെല്ലുവായ എത്തിയിട്ട് തേജു ചോദിക്കണത് MR-ലാണോ പോവാന്നൊക്കെയാ ചോദിക്കണത്. പക്ഷെ MR കിട്ടിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അപ്പൊ വേറൊരു ബസ്സിലാണ് നമ്മൾ കയറിയത്. എന്നിട്ട് നമ്മളെ വീടിന്റെ അവിടെ ഇറങ്ങിയിട്ട് ഞങ്ങൾ നേരെ വീട്ടിലേക്ക് നടക്കാട്ടെ. ഇനി എന്നും പഴയ പോലെ നമ്മുടെ വീട്ടിലെ യുദ്ധങ്ങളായിരിക്കും കേട്ടോ. പിന്നെ 1-2 പേര് ചോദിച്ചു കണ്ടു, തേജപ്പതേ പോകുമ്പോ ബാഗ് എടുത്തില്ലേന്ന്. ഇല്ല കേട്ടോ, ഞാൻ അവനോട് എടുക്കണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. കാരണം പിറ്റേന്ന് തന്നെ വരുമല്ലോ, അപ്പൊ നമ്മുടെ ബാഗ് എടുത്താൽ മതി എന്നൊക്കെ പറഞ്ഞിട്ടാ കൊണ്ടുപോയി ഉണ്ടായിരുന്നത്. പക്ഷെ അവൻ അവിടെ നിന്ന് പ്ലാൻ ഇട്ടിട്ടുണ്ട് കേട്ടോ. വീട്ടിൽ ഷോക്കേഴ്സിൽ ഇരിക്കുന്ന ആനക്കുട്ടീനെ കമ്മടെ അടുത്ത് ചോദിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു. എന്തായാലും വിഷുവിന് പോയി വരുമ്പോ എന്തായാലും കനത്തിൽ എടുത്തു വരാനുള്ള പ്ലാനൊക്കെ ഉണ്ട് തോന്നുന്നു കേട്ടോ. അപ്പൊ എന്തായാലും വിഷു ഒന്ന് വേഗം ആവാനാണ് ഞങ്ങളുടെ ഒരു കാത്തിരിപ്പ് കേട്ടോ. പിന്നെ ഞങ്ങളുടെ വീട്ടിൽ ആദ്യത്തെ വിഷുവും കൂടിയാണ് കേട്ടോ. അപ്പൊ സ്പെഷ്യൽ വിഷു ആണ്. അപ്പൊ എന്തായാലും ഇനി അടുത്ത വീഡിയോയിൽ കാണാം കേട്ടോ. ബൈ.